ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു വീഡിയോ തന്നെ കേട്ടോ. പിന്നെ അങ്ങനെ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി. പിന്നെ അപ്പം ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കണത്. പിന്നെ ഇസുവിന് മദ്രസൊക്കെ ഉള്ള ദിവസമാണ്, സ്കൂളും മദ്രസൊക്കെ ഉള്ള ദിവസമാണെന്ന്. ഇപ്പോഴത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ, നല്ലോണം ഉണ്ട് കേട്ടോ അസുഖങ്ങളും കാര്യങ്ങളും. പിന്നെ ഹെസമോൾക്കാണെന്നുണ്ടെങ്കിലൊന്നും വൈകട്ടോ ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ആയിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയിരിക്കും അല്ലേ. പക്ഷേ എന്ത് പറഞ്ഞാലും നമുക്ക് സ്കൂള് ഇസുവിൻ്റെയൊക്കെ സ്കൂൾ ആകെ ഒരാഴ്ചയുള്ളൂ കേട്ടോ ലീവ്. പിന്നെ മദ്രസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2 ദിവസം ലീവ് കിട്ടിയെങ്കിലും പിന്നെ എന്തായാലും നമുക്കൊന്നും ഒരു പരിധി വരെ സ്കൂളും മദ്രസും ഒരുമിച്ച് ലീവ് കിട്ടൂല. ക്രിസ്മസിൻ്റെ വെക്കേഷന് പിന്നെ ടൂറ് പോകണമെന്നൊക്കെ വിചാരിച്ചാട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ. പക്ഷേ ഇസുവിൻ്റെ ഒന്നും എക്സാം കഴിഞ്ഞിട്ടില്ല. അവനക്കൊക്കെ 5-ാം തീയതി എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിനുള്ളൊരു ഇതൊന്നുമില്ല. കാരണം എക്സാം കഴിഞ്ഞിട്ടുമില്ല. നമുക്കൊക്കെ എക്സാം കഴിഞ്ഞിട്ടാണ് വെക്കേഷൻ വെച്ചാൽ അതൊരു ഉപകാരമായിരിക്കും എന്തും കൊണ്ടും. ഇതിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് എക്സാമാണ് തുടങ്ങണത്. അപ്പോൾ അങ്ങനെ കേട്ടോ ഇവർക്കൊക്കെ വരുന്നത്. ഞാനങ്ങനെ അപ്പോൾ കാര്യങ്ങളൊക്കെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇസു ആണെന്നുണ്ടെങ്കിൽ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഹെസമോൾക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഞാനങ്ങനെ പിന്നെ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ മടക്കി വെക്കുക കേട്ടോ. കാരണം രണ്ടാളും എണീറ്റിക്കണു. പിന്നെ അതങ്ങനെ കിടക്കണ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ അവർ ചവിട്ടി ചളിയാക്കും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒക്കെ മടക്കി ഒരു ഭാഗത്തേക്ക് എടുത്തേക്കൂട്ടോ. കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇസുവിനെ സ്കൂൾക്ക് പറഞ്ഞയച്ച് പിന്നെ ചെറിയൊരു ജോലിയും കൂടി എടുത്തതിന് ശേഷം വീഡിയോ അവസാനിക്കും. കാരണം പിന്നെ എപ്പോഴും തന്നെ ആകുമ്പോൾ ആൾക്കാർക്ക് മടുക്കും. ഒന്നാമത് ഇൻഷാ അല്ലാ എന്തെങ്കിലും നല്ലൊരു വീഡിയോസൊക്കെ ഇടും. കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് ഇല്ലാതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ സാഹചര്യത്തിനനുസരിച്ചിട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴെങ്കിലും ഒരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരം വീഡിയോസ് ഇടണമൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അതേപോലെ ഇസുവിൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓന് പിന്നെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ചതോളൊക്കെ ഓന് പിന്നെ ആ കലങ്കോലാക്കും കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ട് ഇസുവിന് ചായയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇസു ഭയങ്കര ദേഷ്യത്തിലാട്ടോ. ഓന് ചെറുതായിട്ട് പിന്നെ നേരം വഴുകിക്കണു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓനിക്കുള്ള ചായയും കടയൊക്കെ കൊടുത്തു. വീണ്ടും ഞാൻ അടുക്കളയിൽ പോയിക്കാട്ടോ. ഓനാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചക്ക് ഉപ്പേരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസുവിനും ഇതന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഇസുവിന് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ഉപ്പേരി, വായക്കുപ്പേരി അത്ര ഇഷ്ടമല്ല എന്നുള്ളൂ. പക്ഷെ ഓന് ഞാൻ എന്ത് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിന് പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും തിന്നാതിരിക്കൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ് ആക്കിയിട്ട് തന്നെ ഉള്ളൂ ഓന് പിന്നെ കഴിക്കുക. അങ്ങനെ ഞാൻ ഉപ്പേരിക്ക് പകുതി അവിടെ തന്നെ വെച്ചിട്ട് ബാക്കി ഇനി ഓനെ പറഞ്ഞയച്ചിട്ടുമാണ് കേട്ടോ. ജോലി ഇനിയും കിടക്കന്നെയാണ്. ഉപ്പേരി മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇസുവിനെ മദ്രസ്ക്കാക്കാൻ വേണ്ടി സിറ്റൗട്ടിക്ക് വന്നിക്കണം. ഓൻ പോകുന്നത് വരെ കുറച്ച് നേരം ഓനെ നോക്കി നിൽക്കും കേട്ടോ. പിന്നെ ഓൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വിളിച്ചിട്ടാണ് പിന്നെ റോട്ടിക്ക് പോലെ രണ്ടാളും പാടെ എത്തിയിട്ട് പിന്നെ അങ്ങനെ പോവലാണ്. ഇസുവിൻ്റെ മദ്രസക്ക് പിന്നെ അത്യാവശ്യം നല്ല നടക്കാണ്ട് കേട്ടോ. ദൂരം നല്ലോണം ഉണ്ട്. അധിക പേരും പിന്നെ വണ്ടിമേക്ക് ആക്കി കൊടുക്കലാണ്. എനിക്ക് ആ സമയത്ത് പിന്നെ ജോലി കാര്യങ്ങളും ആയതുകൊണ്ടും പിന്നെ ഇവിടുന്ന് കുട്ടികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടും വെച്ചിട്ട് അങ്ങനെ നടന്നു പോവലാട്ടോ. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അങ്ങനെ ഓനാക്കി കൊടുക്കൽ. കുട്ടികളില്ലെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് വയ്യാതായാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിലാണ് ഞാൻ ആക്കി കൊടുക്കൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചില സമയത്തുള്ളൂ കേട്ടോ കുട്ടികൾ ഉണ്ടാവല്. ചില സമയത്ത് ഓനക്ക് നേരം വഴുകി കഴിഞ്ഞാൽ കുട്ടികൾ പോകലുണ്ട്. അതേപോലെ തന്നെ ഓൻ നേരത്തെ ആയി കഴിഞ്ഞാൽ ഓന് പിന്നെ കൂടുതൽ നേരം അവിടെ അങ്ങനെ നിൽക്കൂല. ഓനാണെന്നുണ്ടെങ്കിൽ പോകും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് പറയും കുട്ടികളപ്പം പോയാൽ മതി, ഒറ്റക്ക് പോകരുതേ പറയും. എനിക്കെപ്പോഴും റോട്ട് തെറ്റ നിന്ന് കൊടുക്കാൻ പറ്റലുമില്ല. ഒന്നില്ലെങ്കിൽ ഹെസമോള് പോരിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്രസ തൊട്ട് വരുന്ന വരെ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇസുവിൻ്റെ മദ്രസക്ക് അത്യാവശ്യം നടക്കാണ്ട്. ഇസു പോയിട്ട് കുറച്ച് നടന്നിട്ട് പിന്നെയും ഇങ്ങോട്ട് തന്നെ വന്നിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാച്ച് എടുത്തിട്ടില്ല പറഞ്ഞിട്ട്. വാച്ച് ഓനിക്ക് സ്കൂൾക്കും മദ്രസക്കും നിർബന്ധമാണ്. കാരണം ഓനിക്ക് നിർബന്ധമാണ്. കാരണം ഓനിക്ക് ടൈം നോക്കാൻ വേണ്ടിയിട്ട്
ഓനിക്ക് എപ്പോഴും വാച്ച് വേണം എൻ്റെ കയ്യിൽ. ഓനങ്ങനെ മദ്രസക്ക് പോയതിന് ശേഷം ഞാൻ വീണ്ടും പിന്നെ എൻ്റെ ജോലി കംപ്ലീറ്റ് ആക്കുക കേട്ടോ. കാരണം ഉപ്പേരിക്കുള്ളത് മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് റിസ്ക് ഉള്ള ജോലി കേട്ടോ ഇത്. കാരണം ചെറുതായിട്ട് നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ആൾക്കാരോട് ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും അത് തിരിച്ച് നമുക്ക് ഒരിക്കലും കിട്ടൂല. പിന്നെ നമുക്കുള്ള പരിഗണന അവരൊന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ ഓലക്കുന്ന് കിട്ടുക എത്രയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഒരുവിധം മനുഷ്യന്മാരോടൊക്കെ നമ്മൾ ഒരു പരിധി വിട്ടിട്ട് സംസാരിക്കാൻ പോവാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാടാട്ടത്. കൂടുതൽ ആൾക്കാരോടൊന്നും ഞാൻ സംസാരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഓല് നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പിന്നെ മോശമാക്കിയിട്ട് പറയണവരായിരിക്കും. എനിക്കൊരുവിധം മനുഷ്യന്മാരൊക്കെ എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ നമ്മളോടുള്ള പ്രകൃതം എന്നൊക്കെ ഒരുവിധം മനുഷ്യന്മാരൊക്കെ എനിക്കറിയാം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം സംസാരിച്ച് അല്ലെങ്കിൽ ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞാലും നമ്മളോടുള്ള പോലെ മനോഭാവം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് കുറേയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഓലെ നമ്മളെ എങ്ങനെയാണോ വിലയിരുത്തണത് എന്നുള്ളത്. അങ്ങനത്തെ ആൾക്കാരോട് ഞാനൊരു വിധം സംസാരിക്കാനും നിൽക്കലില്ല. നമ്മളൊരു കാര്യം കൂടുതൽ ഷെയർ ചെയ്യാനും നിൽക്കലില്ല കേട്ടോ. അങ്ങനത്തെ മനുഷ്യന്മാരെ ഒരു പിന്നെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആരുടെ കൂടെയാണോ അപ്പോൾ ഒരു നിൽക്കണത് അപ്പോൾ ഓളുടെ കൂടെയൊക്കെ നിൽക്കുക. വേറെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓളുടെ കൂടെ നിൽക്കും. അതേപോലെ പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഓല കൂടെ നിൽക്കും. സ്ഥിരമായിട്ട് ഒരിക്കലൊരു നിലനിൽപ്പ് ഉണ്ടാക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ് ഒരാളെ കാണുന്ന സമയത്ത് ഓല കുറ്റം പോയിട്ടോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ കുറ്റമായിട്ടാവൂല പറയണത്. നല്ല കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും. എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നെ വേറെ ഒരാളോട് പറയുക അല്ലെങ്കിൽ. അപ്പം ഞാൻ കൂടുതൽ ആൾക്കാരെ വിശ്വസിക്കില്ല കേട്ടോ. എന്തെന്നെ പറഞ്ഞാലും ഇനിയിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മൾ ആരായിക്കോട്ടെ പിന്നെ കൂടുതൽ വിശ്വസിക്കാൻ നിൽക്കില്ല. നമുക്ക് അത്രയും നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്കാരോട് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലാതെ ഈ നിറം മാറുന്ന മനുഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൂടുതൽ സംസാരിക്കാൻ തന്നെ നിൽക്കലില്ല. അങ്ങനെ ഇതൊക്കെ മദ്രസ് വിട്ട് വന്ന് പിന്നെ കഞ്ഞി കുടിക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ പിന്നെ സിറ്റൗട്ടൊക്കെ പോയ സമയത്ത് നല്ല ചളിയും കാര്യങ്ങളുണ്ട് ചാരുപടിമയ്ക്ക്. അപ്പോൾ ഞാനതൊന്ന് വേഗം തുടച്ച് ക്ലീൻ ആക്കുക കേട്ടോ. പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരിയും കാര്യങ്ങളും തൂമിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് തൂമിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇസൂന് ചുടുവെള്ളം കൊടുത്തയക്കൽ, അപ്പോൾ അതൊക്കെ ചൂടാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇന്നലത്തെ മന്തിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉച്ചക്ക് ചൂടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നേരാക്കിയതിന് പിന്നെ ഇസൂനുള്ള ചോറും സ്നാക്സും ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ. ഹെസമോള് നല്ല കളിയിലാണ്. ഏകദേശം ഒരു 11 മണി വരെ എനിക്ക് ഭയങ്കര തിരക്കാക്കാൻ കേട്ടോ. ഇസൂനെ പറഞ്ഞയച്ച് കഴിഞ്ഞാൽ പിന്നെ ഹെസ്മോള് ഓളെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അടിച്ചൊരു തുടക്കൽ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇസുവാണെന്നുണ്ടെങ്കിൽ കിറ്റ് പിടിച്ചു, ബാഗ് ഞാൻ പിടിച്ചു. ഹെസമോളാണെന്നുണ്ടെങ്കിൽ പൂവ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക കേട്ടോ. ഞങ്ങൾ റോട്ടിലേക്ക് എത്തിയപ്പത്തിന് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ മറവിൽ കാണില്ല. പിന്നെ ഞാൻ എങ്ങനെ ഓനെ ആക്കി പോകുന്നതിന് ശേഷം വീണ്ടും പിന്നെ ഹെസമോൾക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഓളെ ഉറക്കിട്ടോ. ഉറക്കിന് ശേഷം ഞാൻ വീണ്ടും അടിച്ചു വരികയാണ്. ഹെസമോൾക്ക് ഉറങ്ങാൻ നല്ല മടിയാട്ടോ. ഇസൂനെ ആക്കി വന്നു കഴിഞ്ഞാൽ ഓള് പറയും പിന്നെ ഞാൻ ഉറങ്ങണില്ല പറഞ്ഞിട്ട് കരയും. ഇങ്ങോട്ട് വന്ന് പറയും. കാരണം ഓൾക്ക് അറിയാം ഇനി ഓളെ കഞ്ഞി കൊടുത്ത് ഉറക്കുകയാണെന്നുള്ളത് ഓൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ അതിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകൊണ്ടു, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകൊണ്ടു, കമൻറ്റ് ചെയ്യുകൊണ്ടു, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യുകൊണ്ടു കേട്ടോ. ഓക്കെ.